പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 2-ാമത്തെ വചനം. അതെ, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് ആണ് നിങ്ങളെ നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടിച്ചേർന്നുണ്ടായ ബീജം, നുത്ഫത്തുൻ അംശാജ്, കൂടിച്ചേർന്നുണ്ടായ ബീജം. ഈ പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുകയും അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന നുത്ഫയിൽ ഇതാണ്, സിക്താണ്ഡത്തിൽ ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിയുണ്ടായത് എന്നുമുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിനെ വിശദീകരിക്കേണ്ട വ്യക്തി. ഇത് നമ്മുടെ കേവല വിശദീകരണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടതായി സഹീഹ് മുസ്ലിമിലെ കിതാബുൻ നിക്കാഹിൽ നമുക്ക് ഹദീസ് കാണാൻ കഴിയും. ഒരു ജൂതൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, എന്തിൽ നിന്നാണ് മുഹമ്മദ് കുഞ്ഞുണ്ടാകുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നു, സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങളിൽ നിന്ന്, സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങളിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതിന്റെ ഈ സ്ത്രീ പുരുഷ ബീജങ്ങളുടെ സംയോജനത്തിൽ ഇതാണ്, സങ്കലനത്തിൽ ഇതാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന വചനം എന്ന വസ്തുത പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിക്കുകയാണ്, വസ്തുത മനസ്സിലാക്കി തരികയാണ്. ആ കാലഘട്ടത്തിലും 17 നൂറ്റാണ്ട് വരെയും നിലനിന്നിരുന്ന അന്ധവിശ്വാസം ഖുർആനിൽ ഇല്ല എന്നർത്ഥം. ഖുർആൻ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമുക്ക് പിന്നീട് ഉള്ള കാര്യം. 4-മതായിട്ടുള്ളത് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്ക് വരെ ഉണ്ടായിരുന്ന അബദ്ധധാരണകൾ പോലും ഖുർആനിൽ ഇല്ലാത്തുള്ളതാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഗലീലിയെ പോലെയുള്ള, ഐസക് ന്യൂട്ടനെ പോലെയുള്ള, അതേപോലെ തന്നെ ആധുനിക ഭൗതികത്തിന്റെ ഏറ്റവും ശക്തമായ മസ്തിഷ്കമായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകളുടെ പോലും ഉണ്ടായിരുന്ന അബദ്ധവിശ്വാസം. ആ അബദ്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെന്നുള്ള വിശ്വാസം. ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെയാണ്, അഥവാ മൊത്തത്തിൽ പ്രപഞ്ചത്തിനകത്ത് സൂര്യനും ചന്ദ്രനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പ്രപഞ്ചം മാറ്റമില്ലാതെ ഒരേപോലെയാണ്. ഇന്നും നാളെയുമെല്ലാം പ്രപഞ്ചം ഇതേപോലെയാണ്, മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് എന്നായിരുന്നു വിശ്വാസം ഈ അടുത്ത കാലഘട്ടം വരെ. ആ അടുത്ത കാലഘട്ടം വരെ പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന വിശ്വാസം ഐൻസ്റ്റൈൻ അടക്കം, ഐൻസ്റ്റൈൻ ആധുനിക ഭൗതികത്തിന്റെ ഫിസിക്സിന്റെ ഏറ്റവും വലിയ, ഇന്നുവരെ ഐൻസ്റ്റൈന്റെ തലച്ചോറിനെ കവച്ചു വെക്കാൻ പറ്റിയ മസ്തിഷ്കമുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ഫിസിക്സിന്റെ ഈ ആളുകൾ, ഭൗതിക ശാസ്ത്രത്തിന്റെ വക്താക്കൾ പറയാറുള്ളത്. ആ രൂപത്തിലുള്ള ഐൻസ്റ്റൈൻ, അദ്ദേഹം ഈ പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന സിദ്ധാന്തം അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുണ്ട്. ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ സ്വാഭാവികമായ പരിണിതിയാണ് പ്രപഞ്ചത്തിന് മാറ്റമുണ്ടെന്നുള്ളത്. പക്ഷേ ആ ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ സ്വാഭാവിക പരിണിതിയെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന് കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഒരു പ്രാപഞ്ചിക സ്ഥിരാങ്കം അഥവാ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നൊരു കോൺസ്റ്റന്റിന് അദ്ദേഹത്തിന്റെ തത്വത്തിൽ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ എഴുതി ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ പ്രപഞ്ചം എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് അടക്കം ഉണ്ടായിരുന്നത്. എന്നാൽ 1929 ശാസ്ത്രലോകത്ത് ഒരു വലിയ അറ്റോമിക് ബോംബിന്റെ വിസ്ഫോടനം ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയുന്ന ഒരു സിദ്ധാന്തവുമായിട്ടാണ് എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നത്. എഡ്വിൻ പി ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിൽ പ്രപഞ്ച നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അദ്ദേഹം 1925 റെഡ് ഷിഫ്റ്റ് എന്ന ഒരു പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് വിശദീകരിച്ചാൽ നമുക്ക് സാധാരണ ഗതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഏതായിരുന്നാലും റെഡ് ഷിഫ്റ്റ് എന്ന പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ പ്രപഞ്ചം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും പ്രപഞ്ചം വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ബലൂണിലെ പുള്ളികളെ പോലെ പ്രപഞ്ചത്തിലെ ഓരോ ക്ലസ്റ്ററുകളും ഓരോ ഗാലക്സികളും പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ ആ അകൽച്ചയുടെ വേഗതയെ കുറിച്ച ഒരു സൂത്രവാക്യവും സമവാക്യവും അദ്ദേഹം അവതരിപ്പിച്ചു. V=VH0R എന്നാണ് സമവാക്യം. V സമം ഗാലക്സിയുടെ വേഗത, H0 സമം ഹബിൾ നിയതാങ്കം, ഹബിൾസ് കോൺസ്റ്റന്റ്, അതിന്റെ 20,000 മീറ്റർ പെർ സെക്കൻഡ്, 10 മില്യൺ ലൈറ്റ് ഇയർ എന്നുള്ളതാണ് ഹബിൾ നിയതാങ്കം.
ഹബിൾസ് കോൺസ്റ്റന്റ്, അതേപോലെ തന്നെ R = നമ്മിൽ നിന്നുള്ള ദൂരം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് ഓരോ ഗാലക്സികൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്ന് വളരെ വേഗതയിൽ ഗാലക്സികൾ അകന്നുകൊണ്ടിരിക്കുകയാണ്, നക്ഷത്രക്കൂട്ടങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ പ്രപഞ്ചം ഒരു ബലൂണിലെ കുത്തുകൾ, ബലൂണിലെ കുത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബലൂണിലെ ഒരു കുത്തുള്ള ഒരു ബലൂൺ നമ്മൾ ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ അത് വീർപ്പിക്കുന്ന സമയത്ത് അതിലെ കുത്തുകൾ പരസ്പരം ഇങ്ങനെ അകന്നു പോകും. ആ കുത്തുകൾ അടുത്തുള്ള കുത്തുകൾ അകന്നു പോകും. ഇതേപോലെ ഇങ്ങനെ വികസിപ്പിക്കുന്ന ഒരു ബലൂണിലേതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ബലൂണിലെ ഓരോ കുത്തുകളാണ് ഗാലക്സികൾ എന്നും ആ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ശാസ്ത്ര ലോകത്തെ അധികായന്മാർക്ക്, അക്കാലഘട്ടത്തിലെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഹബിളിന്റെ ഈ സിദ്ധാന്തം അംഗീകരിക്കുവാൻ ആദ്യം കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, റെഡ് ഷിഫ്റ്റിന്റെ അരുണഭ്രംശത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല, ബാക്കിയുള്ളവർക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ അത്ഭുതം എന്ന് പറയട്ടെ, ഖുർആൻ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിരവധി തവണ പരാമർശമുണ്ട് എങ്കിലും ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും ഈ പ്രപഞ്ചം മാറ്റമില്ലാത്തതായി, സ്റ്റാറ്റിക്കായി നിലനിൽക്കുന്നു എന്നൊരു വചനം പോലും കാണാൻ കഴിയില്ല. ഖുർആനിൽ ഒരു തവണ പോലും പ്രപഞ്ചം മാറ്റമില്ലാത്തതായി നിലനിൽക്കുന്നു എന്ന് കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, നാം ആകുന്നു നമ്മുടെ കരങ്ങൾ കൊണ്ട്, ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ചിട്ടുള്ളത്, ആകാശത്തെ നിർമ്മിച്ചിട്ടുള്ളത്, ഉപരിലോകത്തെ നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചെടുക്കുന്നവനുമാകുന്നു. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പടച്ചതമ്പുരാന്റെ വചനം പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഖുർആൻ കൃത്യമായി കാര്യം പഠിപ്പിക്കുകയാണെന്നുള്ളതാണ് സത്യം. ഇനി ഈ പ്രപഞ്ച വികാസ സിദ്ധാന്തം അഥവാ ഈ ബലൂണ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഊതുന്ന സമയത്ത് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ദൂരെ പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഇങ്ങനെ അകന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പൊ നമ്മൾ കാലത്തിലൂടെ പിന്നോട്ട് സഞ്ചരിച്ചാൽ അതെല്ലാം എന്തായിരിക്കും, ഏതോ ഒരു സമയത്ത് അതെല്ലാം കൂടിച്ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാം ദൂരേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയണേ, പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നോ ഒരു കാലത്ത് അവയെല്ലാം അടുത്തായിരിക്കും, ഒന്നായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യം തന്നെയാണ് പ്രപഞ്ച വികാസ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എഡ്വേർഡ് ലൈമാത്രെ എന്ന ശാസ്ത്രജ്ഞൻ രൂപം നൽകിയ സിദ്ധാന്തം, മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി പറയുന്നത്. അഥവാ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം ഒരൊറ്റ ആദിമ പിണ്ഡമായിരുന്നു എന്നും പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ആയിരുന്നു എന്നും ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായത് എന്നുമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത്. ഈ സിദ്ധാന്തത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ആദിമ പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഉണ്ടായത് എന്ന കാര്യത്തിൽ ഖഗോള ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ന് ഭിന്നാഭിപ്രായമില്ല. ഈ പോയിന്റിൽ നിന്നാണ് പ്രപഞ്ചം ആരംഭിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന പ്രപഞ്ചം പിന്നീട് ഇങ്ങനെ വികസിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അഥവാ ഇവിടെ ആണ് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം. ആ വിസ്ഫോടനം നടക്കുകയും ഈ വിസ്ഫോടനത്തിന്റെ ഫലമായി പ്രാപഞ്ചിക വസ്തുക്കൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് ചിന്നിച്ചിതറുകയും ചെയ്തു എന്നാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത്. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തം ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ സിദ്ധാന്തത്തെ അടിസ്ഥാനപരമായി അംഗീകരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം അംഗീകരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു എന്നും എന്നിട്ട് അവയെ നാം വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കാണുന്നില്ലേ. ആകാശങ്ങളും ഉപരിലോകങ്ങളും ഭൂമിയുമെല്ലാം ഒട്ടിച്ചേർന്നായിരുന്നു, ഒന്നായിരുന്നു എന്നും ഒരു റത്തക്കായിരുന്നു എന്നും അവയെ പിന്നീട് പടച്ചതമ്പുരാൻ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നുമുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ ആധുനിക ശാസ്ത്ര ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യം, പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് ഉള്ളൊരു വസ്തുത പരിശുദ്ധ ഖുർആൻ ആ വസ്തുത അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അഞ്ചാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷതകളിൽ അഞ്ചാമത്തെ കാര്യം എന്താണ്? ഭാഷാ പ്രയോഗങ്ങളിൽ പോലും കൃത്യത പുലർത്താൻ ഖുർആനിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഭാഷാ പ്രയോഗങ്ങളിൽ പോലും
അബദ്ധമില്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായ പദപ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തുന്നത്.